മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം 2024 ഒക്ടോബർ 9 ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 12:38 വക്രഗതിയിലാകുന്നതായിരിക്കും. 2025 ഫെബ്രുവരി 4 ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:09 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധനവുണ്ടാകുന്നതാണ്. അതായത് ഒക്ടോബർ 9 ഗുരുവിൻ്റെ അംശബലം 27 ഡിഗ്രി ആയിരിക്കും. വക്രഗതിയിൽ സഞ്ചരിച്ച് 2025 ഫെബ്രുവരി 4 ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം 17 ഡിഗ്രി ആകുന്നതായിരിക്കും. അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുരു ശത്രുരാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി കന്നി-രാശിയിലും 7ാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും 9ാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത്. ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട്. ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകയിരം നക്ഷത്രത്തിലാണ്. വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ 28 രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. 2025 ഏപ്രിൽ 10 വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകയിരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ രാശിയാധിപനാണ്. അതോടൊപ്പം സുഖസ്ഥാനമായ 4ാം ഭാവത്തിൻ്റെയും അധിപനാണ്. വക്രഗതിയിലാകുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. ഇവിടെ നിന്ന് ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 10ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 12ാം ഭാവത്തിലും 9ാം ദൃഷ്ടി 2ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 6ൽ നിൽക്കുന്ന ഗുരു നിങ്ങളുടെ ബിസിനസ്സിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. ഈ സമയത്ത് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ തനിക്കും റെസ്പെക്റ്റ് കിട്ടും എന്ന ബോധം ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും. നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഈ അവസരങ്ങൾ ശരിയായി ഉപയോഗിച്ചാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരികയും ചെയ്യും. പ്രൊഫഷണൽ രംഗത്തുള്ളവർ പല ചലഞ്ചുകളെയും നേരിടുന്നതും അതിൽ വിജയം കൈവരിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അതിനെക്കുറിച്ച് വാദവിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. വിരോധികൾ നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും. പുതിയ വീട് വാങ്ങുവാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനോ സാധ്യതകളുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും. മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും കിട്ടുന്നതായിരിക്കും. വക്രഗതിയിലുള്ള ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. ഓഫീസിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും.
ബിസിനസ്സിലും മറ്റ് തൊഴിൽ രംഗത്തും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി 1-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയും ശനിയുടെ 10-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യതയുണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.